മഴത്തോരു മുമ്പേ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി തിരിച്ചെത്തിയിട്ട് ആദ്യം അന്വേഷിക്കുന്നത് എന്തൊക്കെയാണ് കൊടുത്തയച്ചതെന്ന് പറഞ്ഞ ബാലചന്ദ്രൻ അങ്ങനെ എല്ലാവരെയും വിളിച്ച് ചോദിക്കുന്നുണ്ട്. കൃഷ്ണയുടെ അടുത്ത്, ബബിതയുടെ അടുത്ത്, രോഹിത്തിൻ്റെ അടുത്ത്. നിങ്ങളടുത്ത് എനിക്ക് ആരെയും ചോദിക്കണം, അവളിവിടെ നിന്ന് എന്തൊക്കെ കൊണ്ടുപോയെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഒരു കാര്യം. ബാലചന്ദ്രനാണെങ്കിൽ ഇതൊക്കെ കൊടുത്തയക്കാൻ എന്താ അധികാരം? അതുമാത്രമല്ല, ഞാൻ അറിഞ്ഞു 15 ലക്ഷം രൂപയുടെ ആഭരണവും അതുപോലെ തന്നെയാണ് വില കൂടിയ ഡ്രസ്സും അത്രയ്ക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി അവൾ ആരായി, വീട്ടിലെ ആരായിരുന്നു, എനിക്കതറിയണം. അപ്പോഴത്തേക്കും മനു ചോദിക്കുന്നുണ്ട്, അത് ആൻറ്റിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചാൽ മതി, അങ്കിള് നല്ല മറുപടി ആൻറ്റിക്ക് തന്നോളും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് വൈജയന്തിക്ക് മനു പറഞ്ഞത് ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, മനു എന്തിനാ സപ്പോർട്ട് ചെയ്യണേ? എന്നെ ബാലചന്ദ്രൻ എന്ത് ചെയ്യുമെന്നാ? ബാലചന്ദ്രൻ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേഷ്യത്തോട് എൻ്റെ അടുത്ത് പറയാനൊന്നും വേണ്ട, ഇത് അങ്കിളിൻ്റെ ഇപ്പം വരുമല്ലോ, വരുമ്പോൾ അങ്ങോട്ട് നേരിട്ട് ചോദിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബബിതയും കൃഷ്ണയും പറയുന്നുണ്ട്, ഞങ്ങൾ തന്നെയാണ് എല്ലാം ഇട്ട് ഞങ്ങൾ അയച്ചത്, ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ അണിഞ്ഞ് ഞങ്ങൾ തന്നെ ആ ചേച്ചിയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചത് എന്ന് പറയുന്നുണ്ട്. അതിന് പറഞ്ഞേക്കുക, നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? ഇതൊക്കെ കൊടുത്ത് അവൾക്കായിക്ക് ഒരു വേലക്കാരി എന്ന നിലയിലാണ് ഞാൻ ഇത്രയും കാലം കണ്ടിട്ടുള്ളത്. ആ ഒരു പരിഗണനയാണ് നിങ്ങളും കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നത് എന്നൊക്കെ വൈജയന്തി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്. മനു വീണ്ടും പറയുക, നിങ്ങളാണെങ്കിൽ എത്രത്തോളം ആയിരുന്നാലും പഠിക്കില്ല, ഇനി ദുഃഖിക്കുമ്പോഴത്തേക്കും മനസ്സിലാവുള്ളൂ, അല്ലാതെ എനിക്കിതിലൊന്നും പറയാനില്ല. അലീന എന്ന കുട്ടി നല്ലൊരു കുട്ടിയായിരുന്നെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് അതും എല്ലാവർക്കും അറിയാം. അന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നവരായി ഈ 2 പേര്. അവരിപ്പോഴത്തേക്ക് അലീനയെ മനസ്സിലാക്കുകയും അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിലും അവൾ എന്തുമാത്രം നല്ല സ്വഭാവമുള്ള കുട്ടിയാണെന്ന് മനസ്സിലാക്കി കൂടെ ആൻറ്റിക്ക് എന്ന് പറയുന്നുണ്ട്. നീ ആയിരിക്കും ഇവരെല്ലാം ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത്. എന്തു വെച്ചാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഇവിടെ ഇല്ലായിരുന്നതാ ഏറ്റവും വലിയ കുഴപ്പം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും മനു പറയുക, എത്ര പ്രാവശ്യം ബാഗ് കൊടുത്ത് ഇറക്കി വിട്ടത് ഓർമ്മയുണ്ടല്ലോ, പക്ഷേ അതേപറ്റി ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടുമുണ്ട്. അത് അങ്കിള് തന്നെ തിരിച്ച് കൊണ്ടുവന്നിട്ടുള്ളതും ആൻറ്റിക്കറിയാം. പക്ഷേ ഇനി ഇത് വരാൻ പോകുന്നുള്ള ഒരു പോക്കല്ല പോയത്, ഇനി തിരിച്ചിങ്ങോട്ടേക്കില്ല. അത് തന്നെയാണ് ആൻറ്റി. പക്ഷേ ഇനി തിരിച്ച് വിളിച്ചാലും വരില്ല. അതിന് ഞാനെന്തിനാ അവളെ വിളിക്കാൻ പോകുന്നത്? അങ്ങനെയൊന്നും പറയണ്ട ആൻറ്റി, ആൻറ്റിക്കാണെങ്കിൽ ഇനിയെല്ലാം മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും, നിൻ്റെ ഈ സംസാരം എനിക്ക് ഇഷ്ടപ്പെടാത്ത മനു, എനിക്കാണെങ്കിൽ കേൾക്കണ്ട അവളെ കാര്യം. പക്ഷേ എനിക്കൊന്നറിയണം, ഇത്ര ലക്ഷം രൂപയുടെ സാധനങ്ങൾ കൊടുത്തയക്കാൻ അവൾ ആരാ എന്ന്. അത് ഞാൻ ബാലചന്ദ്രൻ വരട്ടെ, വരുമ്പോൾ ചോദിക്കുകയാണ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കൃഷ്ണ പറയുക, ഞങ്ങൾക്ക് പോയാലേ ഇപ്പം പോലും സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് തന്നെ അലീന ചേച്ചി പോയി പിന്നെ ഞങ്ങൾക്കൊരു സമാധാനമില്ല. എന്തു വെച്ചെന്നാൽ ഞങ്ങൾക്ക് സങ്കടം കൊണ്ട് ഒരു ദിവസം പോലും പറയാത്ത കാര്യങ്ങളുമില്ല. എന്തായാലും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിതൊന്നും കേൾക്കണ്ട. കൊടുത്തയച്ചെങ്കിൽ എന്താ, അച്ഛനല്ലേ കൊടുത്തത്, അതിനെ അമ്മ വിഷമപ്പെടുന്നതിൻ്റെ ഒരു കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പറയാം, ഞാനാ തീരുമാനിക്കണേ ഈ വീട്ടിലെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആരും ഇനി എൻ്റെ അടുത്ത് ഭരണമൊന്നും നടക്കില്ല, ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ദേഷ്യമായിരുന്നില്ലേ ആൻറ്റിക്ക് നേരത്തെ? ഇതൊന്ന് മാറ്റിയിരുന്നെങ്കിൽ എല്ലാം സോൾവ് ആവുന്ന പ്രശ്നങ്ങളെ ഈ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്രത്തോളം വലിയ സീനാക്കിയത് ആൻറ്റി തന്നെയാണ്. അതുകൊണ്ട് എനിക്കും ഇനി ഇതിൽ ഒരു പങ്കുമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നാലും എല്ലാം കേട്ടുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. പക്ഷേ ആൻറ്റിയുടെ ദുഃഖം കാണാൻ എനിക്കിനി പറ്റില്ല എന്ന് പറയുന്നുണ്ട്. നീ എൻ്റെ ദുഃഖം നീ എന്തിനാ കാണുന്നേ? ഞാൻ അവിടെ നിന്നപ്പോൾ നീ കണ്ടതല്ലേ, ഇവിടെ ഞാൻ ഇല്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ നീ ഇപ്പോൾ ആ വാക്ക് പറയുന്നേ? ഇനിയാണെങ്കിൽ ഞാൻ എൻ്റെ മക്കളടുത്ത് വന്നു, ഇനി എനിക്ക് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ഈ വീട്ടിലുള്ള സകല സാധനങ്ങളും അവൾ കൊണ്ടുപോകേണ്ട കാര്യം എന്താണെന്ന് അത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അലീന ആ വീടുമായിട്ട് ഇണങ്ങി എല്ലാവരുമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ റൂമുകളിലൊക്കെ കയറി ഇങ്ങനെ നോക്കുക. ഒരു പുതിയ വീടാകുമ്പോഴത്തേക്കും എല്ലായിടും കയറി നോക്കണമല്ലോ. നോക്കാൻ വേണ്ടി അവിടെയുള്ള ജോലിയുള്ള ആൾ പറയുന്നുണ്ട്. ഇത് കേട്ടതും, ഞങ്ങളെങ്കിൽ അടുക്കളയിൽ കൂടെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വേണ്ട, പറഞ്ഞിട്ടുണ്ട് സാർ പ്രത്യേകം ഈ അടുക്കളയ്ക്കകത്ത് കയറ്റി ചെയ്യരുതെന്ന്. അതുമാത്രമല്ല, പറയുന്നത് എന്തും സഹായിച്ചു കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റാലിൻ സാർ പറഞ്ഞതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറ്റാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്.
എന്തായാലും എനിക്ക് ഞാൻ ഇതൊക്കെ ശീലമുള്ളൂ. ഞാനാണെങ്കിൽ അടുക്കളയിൽ തന്നെ ജോലി ചെയ്യുന്നത് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് എനിക്കിതിൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും സാറ് ഞങ്ങളെ ജോലി ഇന്ന് പിരിച്ചുവിടും, അതുകൊണ്ട് വേണ്ട, മോളാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എല്ലായിടം ഒന്ന് നോക്കെന്ന് പറഞ്ഞിട്ട് എല്ലായിടം നോക്കി നടക്കുകയാണ്. അങ്ങനെ റൂം തുറന്ന് നോക്കി മിസ് സ്റ്റാൻലി ജോസഫ് ഇരിക്കുക. ഭയങ്കര വിഷമത്തിലും അതുമാത്രമല്ല മദ്യപിച്ചു കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുന്നത് അന്തം വിട്ട് നോക്കി നിൽക്കുക അലീന. ഇങ്ങനെയായിരുന്നോ സ്വഭാവം എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ക്ലാസ് താഴെ വെച്ചിട്ട് പെട്ടെന്ന് നിന്നിട്ട് അലീന കയറി വരുമെന്നും അറിഞ്ഞില്ലായിരുന്നു റൂമിലോട്ട്. പറയുക, മോള് ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അലീന. എന്നിട്ട് പറയുക, ഈ സ്വഭാവമൊന്നും വേണ്ട, ഇനി എനിക്കതൊന്നും ഇഷ്ടമില്ല. പക്ഷേ ബാലചന്ദ്രനാണെങ്കിലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ വിഷമം കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. വിഷമം മാറാൻ വേണ്ടി ഇതല്ല ചെയ്യേണ്ടത്, അത് നേരെ രീതിയിൽ നേരെ പ്രവൃത്തി ഉണ്ടായിരുന്ന ആർക്കും ഒരു വിഷമം വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോന്നായിരുന്നാലും ആഘോഷമായിരുന്നല്ലേ, ഇതൊക്കെ നല്ലൊരു കാര്യമല്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു കാര്യം മാത്രമേ പറയാവുള്ളൂ. എന്നെ എല്ലാവരും മിസ് ചെയ്യുന്നത് പോലെ എനിക്കും ആ വീട്ടുകാരെല്ലാവരും നഷ്ടപ്പെട്ട ഒരു തോന്നുക. പിന്നെ അടുക്കളയിൽ എനിക്ക് ജോലി ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, അങ്ങനെയൊന്നും പറയേണ്ടയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇത്രയും കാലം എങ്ങനെയായിരുന്നോ എന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. എൻ്റെ മോള് ഒരു രാജകുമാരിയെ പോലെ തന്നെയാണ് ഈ വീട്ടിൽ വാഴണം, അതാ എൻ്റെ ഒരു ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇനി ഒരു മറുപടിയും എൻ്റെ അടുത്തൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും കാലം ഇല്ലാത്ത ഒരു അച്ഛൻ്റെ സ്നേഹം എനിക്കിപ്പം കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറയരുത്, എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി. ആ ഒരു കാലഘട്ടം എനിക്കതൊന്നും ഇപ്പോൾ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതൊക്കെ കൊണ്ട് എനിക്കൊന്നും പറയാനും സാധിക്കുന്നില്ല, എങ്ങനെയാണ് പറയുന്നതെന്നും. ഓരോരുത്തർക്കും അവരുടെ ജീവിതങ്ങളുണ്ട്. പക്ഷേ അത് അലീനയുടെ ഈ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ എനിക്കാണെങ്കിൽ ബാലചന്ദ്രൻ്റെ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ലായിരുന്നു. പക്ഷേ മോളുടെ ഈ കഥ കേട്ടതും എനിക്കാണെങ്കിൽ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ എൻ്റെ മകളെ കൊണ്ടുവന്നതും. അത് ആരുടെ അനുവാദം എനിക്ക് വേണ്ട എൻ്റെ മകളെ കൊണ്ടുവരാൻ. അപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, ഇപ്പോഴത്തേക്കും എന്നെ ഒരു മകളായിട്ട് അംഗീകരിക്കാൻ തോന്നി. ഇല്ല, ഇപ്പോൾ അംഗീകരിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഒന്നുമില്ലാത്തൊരു സമയമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എന്നെ സഹായിച്ചവരും സ്നേഹിച്ചവരും ഒരുപാട് പേരുണ്ട്. അവരെയൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരാ എനിക്ക് ഇന്നും ഏറ്റവും വലുത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് സ്റ്റാൻലി പറയുക, എനിക്കിനി ഒന്നും പറയാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീനയാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട് കൃഷ്ണയൊക്കെ ഫോൺ ചെയ്തപ്പോഴത്തേക്കും വൈജയന്തി നിൽക്കുക. ആരാ വിളിക്കുന്നത്? ഇവിടെ ആരും വിളിക്കാൻ പാടില്ല, ഇനി അവളുമായിട്ടുള്ള ഒരു ഫോൺ കോളോ ഇവിടെ വരാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ടിട്ട് രോഹിത്താണെങ്കിൽ എന്താ കാര്യം എന്ന് അന്വേഷിക്കുന്നുണ്ട്. അത് ചേച്ചി വിളിച്ചപ്പോഴത്തേക്കും ഫോൺ പോലും എടുക്കാൻ സമ്മതിച്ചില്ല. ഫോൺ കട്ടാക്കിയിട്ട് എന്നെ വഴക്ക് പറഞ്ഞാൽ ചെയ്തത്, ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേരും കൂടെ കരയുന്നുണ്ട്. ഈ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് വൈജയന്തി ചോദിക്കുക, ഇപ്പം എന്തിനാ അവളെ ആലോചിച്ച് കരയുന്നേ? ഞാനിവിടെ പോയപ്പോൾ ഇങ്ങനെയും കരഞ്ഞില്ലല്ലോ. ഇപ്പോൾ ആ വീട്ടിലെ എല്ലാവരുടെ സ്നേഹവും പിടിച്ചു പറ്റിയിട്ട് അവൾ പോയിരിക്കുക, എന്നിട്ട് പിള്ളേരായിട്ട് കരയിപ്പിക്കാനാ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയും ആ ചേച്ചിയെ കുറ്റം പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ കേൾക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രോഹിത് പറയുക കൃഷ്ണയുടെ അടുത്ത്, കുഴപ്പമില്ല, അച്ഛൻ വരട്ടെ, എല്ലാം ശരിയാവും, വന്നിട്ട് നമുക്ക് വിളിക്കാം, സംസാരിക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണയെ രോഹിത്.